പാതവിടായി വന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ ക്ലാസ് ആയിട്ട് ഞങ്ങൾക്ക് കൂടി വരാവുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ക്ലാസ് ദൈവമേ അനുഗ്രഹിക്കണമേ, പ്രാർത്ഥിക്കുന്ന ദേവദാസനെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനം പറഞ്ഞു തരുവാൻ ദൈവദാസനെ ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു. ജോയിനായിരിക്കുന്ന എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പിതാവേ, ദൈവത്തിന്റെ വചനം പഠിച്ച് അപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം മറ്റുള്ളവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് വലിയ അനുഗ്രഹമാക്കി തീർക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയെ യാചനം കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിന്റെ ധന്യതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങൾ, അതിൽ ഒന്നാമത്തെ ലേഖനമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലേഖനത്തിന്റെ രണ്ടാമത്തെ ഭാഗം, അതായത് 7 മുതലുള്ള അധ്യായങ്ങളിൽ കൊരിന്ത്യ വിശ്വാസികൾ ചില സഹോദരന്മാരെ അപ്പോസ്തലനായ പൗലോസിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുകയാണ്. പൗലോസ് തന്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ എഫസോസിലാണ്. അപ്പോൾ പൗലോസിന്റെ അടുക്കിലേക്ക് കൊരിന്തിൽ നിന്നും ചില വിശ്വാസികൾ, ചില പ്രതിനിധികൾ അവരുടെ ചില സംശയ നിവാരണത്തിനായിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ വരികയും അദ്ദേഹം അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നതാണ് 7 മുതൽ 16 അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിവിധങ്ങളായ വിഷയങ്ങൾ ആ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾക്ക് അപ്പോസ്തലനായ പൗലോസ് മറുപടി നൽകുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ മാരേജ് ആൻഡ് സെലിബസി, വിവാഹവും അവിവാഹിതാവസ്ഥയും അത് സംബന്ധിച്ച് വിവിധ കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് അവർക്ക് കൽപ്പനയായിട്ട് ദൈവവിശ്വാസിയുമായി എഴുതി നൽകുകയുണ്ടായി. 8 മുതൽ 10 വരെയുള്ള അധ്യായം, 8, 9, 10 അധ്യായങ്ങളിൽ മറ്റൊരു വിഷയം, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച മാംസം ഭക്ഷിക്കാമോ, വിഗ്രഹാർപ്പിതമായ ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു വിഷയം സംബന്ധിച്ച് പൗലോസിനോട് അവർ സംശയം ചോദിക്കുകയാണ്. വിവാഹത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം മറ്റൊരു സംശയം, വിഗ്രഹാർപ്പിതമായ ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷ്യയോഗ്യമോ. 8-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ആ സംശയത്തിന് പൗലോസ് തക്കതായ ഉത്തരം നൽകുകയാണ്. ഈ വിഷയത്തിൽ ഇന്നും അനേകർക്ക് വ്യക്തമായ ധാരണകളില്ല. വിഗ്രഹാർപ്പിതം എന്നീ വിഷയങ്ങളിൽ വിശ്വാസികളെന്ന് പറയുന്നവർക്ക് പോലും അനേകർക്കും വ്യക്തമായ ധാരണകളില്ല. നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ചില അബദ്ധധാരണകൾ, അന്ധവിശ്വാസങ്ങൾ. നമുക്ക് അന്ധവിശ്വാസങ്ങളുണ്ടോ? ഉണ്ട്, നിരവധി അന്ധവിശ്വാസങ്ങൾ. അതെ, നേരെ ചൊവ്വേ വചനം പഠിക്കാത്തതിന്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്നതാ. നാം പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും, വിഗ്രഹങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണ്. വിഗ്രഹാരാധന പാപമാണ്. ആവർത്തിച്ച് പറയുകയാണ്, വിഗ്രഹാരാധന പാപമാണ്. വിഗ്രഹാരാധന പാപമാണ്. 2ാമത്തെ കൽപ്പനയായിട്ട് ഇസ്രായേലിന് പ്രമാണം നൽകുമ്പോൾ പറയുന്നുണ്ട്, യാതൊന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയും അരുത്. അപ്പോൾ വിഗ്രഹാരാധന പാപമാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വിശ്വസിക്കാവുന്ന ഒരു പ്രമാണമാണ്. എന്നാൽ ഇവിടെ പൗലോസ് ഈ 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല. ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല, അല്ലെങ്കിൽ
ഇംഗ്ലീഷിൽ പറയുന്ന ഐഡൽ ഇസ് നത്തിങ് ഇൻ ദിസ് വേൾഡ്. വിഗ്രഹം ഒന്നുമല്ല എന്ന്. ഈ ലോകത്തിൽ വിഗ്രഹം യാതൊന്നുമല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് നല്ല വ്യക്തമായി പറയുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് ഈ ഒരു ഇതുണ്ട്, കോഗ്നിറ്റീവ് ഇനേർഷ്യ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. കോഗ്നിറ്റീവ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ അത് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് അത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അതിനെ മൂവ് ചെയ്യാൻ വലിയ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. കാരണം അതിന് ഇനേർഷ്യ ഉണ്ട്. മലയാളത്തിൽ ജഡത്വം എന്നാണ് പറയുന്നത്. കോഗ്നിറ്റീവ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ ബോധനീയ ജഡത്വം എന്നോ മറ്റോ ആണ് പറയുന്നത്. അതായത് നാം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, 40ഓ 50ഓ അതിലധികമോ വർഷങ്ങളായിട്ട് നാം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, അത് തെറ്റാണെന്നുള്ളതിന് ദൈവവചനത്തിൽ നിന്ന് തന്നെ വ്യക്തമായ തെളിവുകൾ നിരത്തിയാലും അത് ഉൾക്കൊള്ളുവാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകത്തില്ല. നമ്മുടെ ധാരണ തെറ്റാണെന്ന് നമ്മുടെ കൺമുൻപിൽ അത് തെളിയിക്കുവാൻ ശ്രമിച്ചാൽ അത് ഉൾക്കൊള്ളാതെ നാം വിശ്വസിച്ചിരിക്കുന്ന അതിൽ തന്നെ തുടരുവാൻ, ശരിയായ അറിവിനെ ഉൾക്കൊള്ളുവാനുള്ള ഒരു വിമുഖത കാണിക്കുന്നത് അത് മനുഷ്യ സഹജമാണ്. മാറ്റത്തെ ചെറുക്കുക, അതാണ് ബോധനീയ ജഡത്വം അഥവാ കോഗ്നിറ്റീവ് ഇനർഷ്യയുടെ പ്രത്യേകത. അങ്ങനെയുള്ളവർ തങ്ങൾ വിശ്വസിക്കുന്നതിന് ആ അറിവിനെ മാറ്റുവാൻ അവർ തയ്യാറാകത്തില്ല. എത്ര തെളിവുകൾ നിരത്തിയാലും തയ്യാറാകത്തില്ല. എന്നാൽ ദൈവവചനം പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവവചനം പറയുന്ന ലോകത്തിൽ വിഗ്രഹങ്ങൾ ഏതുമില്ല. There is an idol is nothing in this world. An idol is nothing in this world. KJV ബൈബിളിൽ അങ്ങനെയാണ് പറയുന്നത്. ഈ ലോകത്തിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ വിഗ്രഹങ്ങളെ ഏറ്റവും അധികം ഭയക്കുന്നത് ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന പലരുമാണ് ഭയക്കുന്നത്. ഞാൻ ഒരു വചനഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചില വചനഭാഗങ്ങൾ വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കാം. ചില വചനഭാഗങ്ങൾ വായിച്ചുകൊണ്ട് എൻ്റെ കമ്പ്യൂട്ടറിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് കുഴപ്പമില്ലല്ലോ. ഓക്കെ, ചില വചനഭാഗങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം. യെശയ്യാ 44 അതിന്റെ 8 മുതലുള്ള വചനഭാഗം ഒരാൾ വായിച്ചോട്ടെ. യെശയ്യാ 44-ന്റെ 8 മുതൽ. നിങ്ങൾ പണ്ട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല. ഞാൻ ഒരുത്തിനെയും അറിയുന്നില്ല. വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം. അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല. അവയുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നതുമില്ല. ലജ്ജിച്ചു പോകുന്നതേ ഉള്ളൂ. ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനും കൊള്ളരുതാത്ത ഒരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവനാർ? ഇതാ അവന്റെ കൂട്ടക്കാർ എല്ലാവരും ലജ്ജിച്ചു പോകുന്നു. കൗശല പണിക്കാരോ മനുഷ്യരത്രേ. അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിൽക്കട്ടെ. അവർ ഒരുപോലെ വിറച്ച് ലജ്ജിച്ചു പോകും. കൊല്ലൻ വെള്ളിയെ മൂർച്ചയാക്കി തീക്കനലിൽ വേല ചെയ്ത് ചുറ്റിക കൊണ്ട് അടിച്ച് രൂപമാക്കി ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു. കൊല്ലൻ പുളിയെ മൂർച്ചയാക്കി തീക്കനലിൽ വേല ചെയ്ത് ചുറ്റിക കൊണ്ടടിച്ച് രൂപമാക്കി അവന്റെ ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുകയാണ്. വിഗ്രഹത്തിന്റെ ബലമല്ല, അവന്റെ ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു. അവൻ വിശന്നു ക്ഷീണിക്കുന്നു, വെള്ളം കുടിക്കാതെ തളർന്നു പോകുന്നു. അടുത്തത് ആശാരി, 13-ാം വാക്യം. ആശാരി തോതു പിടിച്ച് ഈയക്കോൽ കൊണ്ട് അടയാളം ഇട്ട് ചീകുളി കൊണ്ട് രൂപമാക്കുകയും വൃത്തയന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അതിനെ മനുഷ്യ ആകൃതിയിലും പുരുഷ കോമളത്തിലും തീർത്ത് ക്ഷേത്രത്തിൽ വയ്ക്കുന്നു. നോക്കുക, ആശാരി പണി ചെയ്ത് ഒരു തടിയിൽ നിന്നും ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ വെക്കുന്നു. ഓക്കെ,
ഒരുവൻ ദേവദാരുക്കളെ വെട്ടുകയും തേക്കും കരിവേലവും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ട് ഉറപ്പിക്കുകയും ഒരു അശ്വത്ഥം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. മനുഷ്യന്റെ പരിപാലനത്തിൽ വൃക്ഷം വളരുന്നു. ഓക്കെ. പിന്നെ അത് മനുഷ്യന് തീ കത്തിപ്പാൻ ഉതകുന്നു. ആ തടി എടുത്തിട്ട് തീ കത്തിക്കുന്നു. അവൻ അതിൽ കുറെ എടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പം ചുടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. ഒരേ തടിയിൽ നിന്ന്, ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു തടി വെട്ടിയെടുക്കുന്നു. അതുകൊണ്ട് ചിലത് തീ കായുന്നു, ചിലത് കൊണ്ട് അപ്പം ചുടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചിലത് കൊണ്ട് മേശ പണിയുന്നു, ചിലത് കൊണ്ട് കട്ടള പണിയുന്നു, ചിലത് അതിന്റെ ഒരു ഭാഗം എടുത്ത് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നു. ഓക്കെ, വായിച്ചാണ്ട്. അതിൽ ഒരു അംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു, ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു. അങ്ങനെ അവൻ ചുട്ടു നിന്ന് തൃപ്തനാകുന്നു. അവൻ തീ കാഞ്ഞ് നല്ല തീ കുളിർ മാറി എന്ന് പറയുന്നു. അതിന്റെ ശേഷിപ്പ് കൊണ്ട് അവൻ ഒരു ദേവനെ, ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ എന്ന്, നീ എന്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. നോക്കുക, ഒരേ തടി, അതായത് നാം നട്ടു വളർത്തുന്ന തടി, ആ തടിയിൽ നിന്നും ഒരു ഭാഗം എടുത്ത് വിറക് കത്തിക്കുന്നു, ഒരു ഭാഗം കട്ടള വിറക് ഒക്കെ ഉണ്ടാക്കുന്നു, ഫർണിച്ചർ ഉണ്ടാക്കുന്നു. വായിച്ചു കഴിഞ്ഞാൽ ഉടനെ അതൊന്ന് മ്യൂട്ട് ചെയ്താട്ട് മ്യൂട്ട് ചെയ്ത് ഉണ്ടാക്കുന്നു. ഒരു ഭാഗം എടുത്തിട്ട് വിഗ്രഹം ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ഉണ്ടാക്കിയവൻ തന്നെ അതിനെ നമസ്കരിക്കുന്നു. ഈ തടിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഈ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ കട്ടള ഉണ്ടാക്കിയിരിക്കുന്ന അതേ തടിയിൽ നിന്ന് തന്നെ ഒരു വിഗ്രഹത്തെ വേണേ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇന്ന് എന്റെ ഒരു അയൽവാസി, എന്റെ ഒരു സ്നേഹിതൻ ഇവിടെ വന്ന് ഞങ്ങൾ പറമ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അദ്ദേഹം എന്നോട് 3-4 കരിങ്കൽ എന്റെ പറമ്പിൽ കിടക്കുന്നതാണ്ട് ചോദിച്ചു, ഇതെന്താണ്? ഞാൻ പറയും 15 വർഷം മുമ്പ് 16 വർഷം മുമ്പ് ഈ കെട്ടിടം പണിതപ്പോൾ അവശേഷിച്ച 4 കല്ലുകളാണ്. 4 കല്ലുകൾ. ആ കല്ലുകൾ ഇങ്ങനെ അവശേഷിച്ചത് വീടിന്റെ സൈഡിൽ മാറ്റിയിട്ടിരിക്കുകയാണ്. ആ കരിങ്കല്ലുകളിൽ ഒന്നൊരു ശില്പിയുടെ കയ്യിൽ കിട്ടിയാൽ ആ ശില്പി അതിൽ നിന്ന് കുറെ സാധനങ്ങൾ ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്നും ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുവാൻ ഒരു വിഗ്രഹം പുറത്തു വരും. ഈ ഓരോ നമ്മുടെ ഭവനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ കല്ലുകൾക്കുള്ളിലും ഏത് രൂപത്തിലുള്ള വിഗ്രഹങ്ങളെയും ഉണ്ടാക്കാം. അതിനുള്ളിൽ വേണമെങ്കിൽ വിഗ്രഹങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാം. ആ കല്ലുകളിൽ നിന്നും അല്പം അടർത്തിക്കളഞ്ഞാൽ അതൊരു വിഗ്രഹമാകും. ഈ വിഗ്രഹത്തിന് യാതൊരു ശക്തിയുമില്ല. ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല. നമ്മൾ വായിച്ചത് an idol is nothing in this world. അതിന് യാതൊരു വിഗ്രഹത്തിന് യാതൊരു ശക്തിയുമില്ല. മറ്റൊരു വചനഭാഗം കൂടെ പഴയ നിയമത്തിൽ നിന്ന് തന്നെ വായിക്കാം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇരമ്യാ 10-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചുകൊണ്ട് ചെയ്ത പണിയും അത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റികയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ വഹിയായ കൊണ്ട് അവയെ ചുമന്നു കൊണ്ടുപോകണം. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല. ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. യഹോവേ, ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിവില്ല. ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. ഇത് പുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോഴാ അവിടെ വിഗ്രഹമുണ്ട്, ഇവിടെ വിഗ്രഹമുണ്ടെന്നും പറഞ്ഞ് ഓരോരുത്തരും മുട്ടടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചപ്പോൾ അവിടെ ഒരു സഹോദരി ഓൺലൈനിൽ ഒരിക്കലും അവരുടെ മുഖം അവരുടെ ഓണാക്കത്തില്ല, വീഡിയോ ഡാർക്കാണ്. ഞാനൊരു ദിവസം വളരെ ദേഷ്യപ്പെട്ടു, നിങ്ങൾ വീഡിയോ ഓണാക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഓണാക്കിയില്ല. അല്പം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അതുപോലെ സാർ, ഞാൻ രഹസ്യമായിട്ട് ഇരുട്ടുമുറിയിലിരുന്നാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എന്റെ ഭർത്താവ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവാണ്. ഞാൻ ഹൈന്ദവ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. അദ്ദേഹം ഞാനിങ്ങനെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അറിഞ്ഞാൽ ഉപദ്രവിക്കും. അത് കാരണം ഇരുട്ടുമുറിയിൽ ഇരുന്ന് ഹെഡ്ഫോണും വെച്ചാണ് കേൾക്കുന്നത്. ആ സഹോദരി ഞാൻ കണ്ടില്ല, ഞാൻ ഇല്ലാത്തപ്പോഴേക്ക് എന്റെ വീട്ടിൽ വന്ന് എന്റെ വൈഫ് കാണുകയും ചെയ്തിരുന്നു. നല്ല ഒരു വിശ്വാസിയാണ്.
പക്ഷെ ഈ വചനഭാഗം പഠിപ്പിച്ചതിന്റെ അന്ന് രാത്രിയിൽ ഒരു കോള് വന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ വീട് നിറയെ വിഗ്രഹങ്ങളാണ്, ഞാൻ വളരെ ഭയന്നാണ് കഴിഞ്ഞിരുന്നത്, ഞാൻ ദുസ്വപ്നങ്ങൾ കാണുകയും രാത്രി എനിക്ക് ഉറങ്ങുവാൻ കഴിയുകയുമില്ലായിരുന്നു. എന്റെ ഭയം ഈ വിഗ്രഹങ്ങളുടെ എല്ലാ ശക്തി കൊണ്ട് എന്നെ ഞെരുക്കുന്നതായി എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ ഈ വചനഭാഗം എനിക്ക് പഠിപ്പിച്ചതിന് ശേഷം ഞാനിപ്പോ സമാധാനമായിട്ട് ഉറങ്ങുന്നു. എന്താണ് സമാധാനം? ഒരു ദോഷവും ചെയ്യുവാൻ അതിന് കഴിവില്ല, ഗുണം ചെയ്യുവാനും പ്രാപ്തിയില്ല. വിഗ്രഹങ്ങൾക്കുള്ളിൽ യാതൊരു ശക്തിയുമില്ല. ദൈവജനം അത് തിരിച്ചറിയണം. ഇനി പുതിയ നിയമത്തിൽ നിന്നും ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിത് ആ കാര്യം ഒന്നുകൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ ആ സംഭവം നിങ്ങൾക്കറിയാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം, മർക്കോസ് 5-ാം അധ്യായം, ലൂക്കോസ് 8-ാം അധ്യായം എന്നീ വചനഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ യേശു ഭൂതവിമുക്തനാക്കി അവനെ വിടുവിക്കുന്ന ആ സംഭവം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം എന്ന് എടുത്താട്ട്, മത്തായി 8-ാം അധ്യായം. വേറൊരാള് ലൂക്കോസ് 8 എടുത്തു വെച്ചേക്കണം, ഇപ്പം വായിക്കണ്ട, ആദ്യം വായിക്കണം മത്തായി 8-ാം അധ്യായം. മത്തായി 8-ന്റെ 8-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള. അവൻ ദേശത്ത് എത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു. അവർ അത്യുഗ്രന്മാർ ആയിരുന്നത് കൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം എന്ന് അപേക്ഷിച്ചു. പൊയ്ക്കൊള്ളുവീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു. ആ കൂട്ടം എല്ലാം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങി ചത്തു. മേയിക്കുന്നവർ മതി. ഇവിടെ ഈ ഭൂതഗ്രസ്തൻ അവന്റെ അടുക്കലേക്ക് കർത്താവ് വരുന്ന ഉടനെ ആ ഭൂതങ്ങളുടെ അപേക്ഷ എന്താണ്? 29-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ? സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിപ്പാൻ വന്നുവോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. കർത്താവ് നീതിയുള്ള ദൈവമാണ്. പിശാചിന് പോലും അന്ത്യ ന്യായവിധിക്ക് ഒരു സമയം നിർണയിച്ചിട്ടുണ്ട്. പിശാച് നമ്മളെക്കാൾ കൂടുതൽ വചനം അറിയാവുന്നവനാണ് പിശാച്. അപ്പൊ പിശാചിന് അതറിയാം. അപ്പൊ പിശാച് ചോദിക്കുക, സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിപ്പാൻ വന്നു. എന്താണ് ആ ദണ്ഡിപ്പിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് അറിയണമെങ്കിൽ ലൂക്കോസ് 8-ന്റെ 31 വായിച്ചാൽ മതി. ലൂക്കോസ് 8-ന്റെ 31 ഈ സംഭവം പറയുമ്പോൾ അവിടെ പിശാച് പറയുന്നുണ്ട്, പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത്, അല്ലേ? പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുതെന്ന് അവനോട് അപേക്ഷിച്ചു. നോക്കൂ, സമയത്തിന് മുമ്പ് ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനെ പാതാളത്തിലേക്ക് തള്ളിക്കളയുമെന്ന് അവനറിയാം. പക്ഷെ സമയത്തിന് മുമ്പ്, സമയമായില്ലല്ലോ ദൈവപുത്ര, സമയത്തിന് മുമ്പ് ദണ്ഡിപ്പിക്കരുത്, പാതാളത്തിലേക്ക് തള്ളിക്കളയരുത്. പിന്നെ ഒരു അപേക്ഷയുണ്ട്. എന്താണ് അപേക്ഷ? ആ അപേക്ഷ, അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം. പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം. എന്തുകൊണ്ടാണ് ഈ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുമ്പോൾ പന്നികളെല്ലാം കൂടെ ഭ്രാന്തളകിയതുപോലെ ഓടി, കടുംതൂക്കത്തിലൂടെ ഓടി അവിടെ ആ കടലിലേക്ക് എന്ന് പറയുമ്പോൾ ഗദരദേശം എന്ന് പറയുന്നത് ഗലീല കടലിന്റെ തെക്ക് കിഴക്കായിട്ടുള്ള പ്രദേശത്താണ്. അപ്പൊ ഗലീല തടാകത്തിലേക്ക് അല്ലെങ്കിൽ ഗലീല കടലിലേക്ക് അവയെല്ലാം കൂടെ ഓടി, അവയെല്ലാം കൂടെ അവിടേക്ക് ചാടി നശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണ് ഈ ലെഗിയോൻ അഥവാ 6000 ഭൂതങ്ങൾ ബാധിച്ച ഈ മനുഷ്യനിൽ നിന്നും ആ ഭൂതങ്ങൾ അവിടുത്തെ ആ കടുംതൂക്കായ പാറക്കെട്ടിലേക്ക് പോകുവാൻ ഞങ്ങളോട് അനുവദിക്കണമെന്ന് പറയാഞ്ഞത്? എന്തുകൊണ്ടാണ് അനുവദിക്കണമെന്ന് പറയാതിരുന്നത്? കാരണം ഭൂതങ്ങൾ എന്ന് പറയുന്നത് സ്പിരിറ്റ്സ് ആണ്. സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നത് സോൾ റലത്തിലാണ്, ജീവനിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ എഴുന്നള്ളത്തുകൾക്കും മറ്റും ആന ഒത്തിരി പട്ട് കാണിച്ച് ഒത്തിരി പേരെ ചവിട്ടിക്കൊല്ലുകയും ഒക്കെ കാണിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് തന്നെയാ സംഭവം. ആനയുടെ ആ സോളിലേക്ക് അത് പ്രവേശിക്കുകയാണ്. അങ്ങനെ ആന ഭ്രാന്തളകുന്ന, അതിന് ശാസ്ത്രീയമായിട്ട് പല കണ്ടെത്തലുകളും എഴുതി ഒപ്പിച്ച് ആ ചൂട് കൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാന്നൊക്കെ പറയുന്നത്. ഒന്നുമല്ല, ഇത് തന്നെ പന്നിക്കൂട്ടത്തിലേക്ക് കയറിയ അതേ പാർട്ടി
ആനക്കൂട്ടത്തിലേക്ക് അല്ലെ ആനകളിലേക്ക് കയറുന്നു. അതാണ് സംഭവം. സ്പിരിറ്റ് എന്ന് പറയുന്നത് സോൾ തലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് മനുഷ്യന്റെ സോളിൽ, സോൾ എന്ന് പറയുമ്പോൾ സ്യൂക്കെ എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയും, നേഫേഷ് എന്ന് എബ്രായ ഭാഷയിൽ പറയും. സ്യൂക്കയിൽ നിന്നാണ് സൈക്കോളജി എന്നുള്ള വാക്കൊക്കെ വന്നിരിക്കുന്നത്. സോൾ തലത്തിലാണ് നമ്മുടെ മനസ്സ്, ഇച്ഛ, വികാരങ്ങൾ ഇതെല്ലാം, മനസ്സ്, ഇച്ഛ, വികാരങ്ങൾ ഇതെല്ലാം സോൾ തലം ആണ്. ഈ സോളിന്റെ ആധിപത്യത്തിന് വേണ്ടിയാണ് പിശാച് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്ന ജഡാഭിലാഷം ആത്മാവിനും, പറയൂ, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു. ആത്മാവ്, അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആത്മാവ് നമ്മുടെ സോൾ അഥവാ മനസ്സ്, ഇച്ഛ, വികാരങ്ങൾ, മൈൻഡ്, വിൽ, ഇമോഷൻസ് ആകുന്ന സോൾ തലത്തിൽ അത് വർക്ക് ചെയ്ത് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുവാൻ ശ്രമിക്കുമ്പോൾ പുറത്തുനിന്ന് നമ്മുടെ ജഡത്തിൽ നിന്നും കണ്ണ്, മൂക്ക്, ചെവി എന്നീ ഇന്ദ്രിയങ്ങളിൽ കൂടെ ജഡാഭിലാഷങ്ങൾ ഉള്ളിലേക്ക് കയറി പിശാച് നമ്മുടെ സോൾ തലത്തിൽ വർക്ക് ചെയ്യുന്നു. അതാണ് ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിലുള്ള വൈരുദ്ധ്യം. പിശാച് പ്രവർത്തിക്കുന്നത് സോൾ തലത്തിലാണ്. പിശാചിന് കല്ലിലും ഇതിലും ഒന്നും പ്രവർത്തിക്കാൻ, തടിയിലും ഒന്നും പ്രവർത്തിക്കുവാൻ അതിന് സാധിക്കത്തില്ല. പിശാച് പ്രവർത്തിക്കുന്ന എവിടെയാണ്? സോൾ തലത്തിലാണ്. അതുകൊണ്ട് ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ അവ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. വിഗ്രഹത്തിൽ പിശാച് കയറുകയില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തെ, ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ തക്കവണ്ണം ജനത്തെ വിഗ്രഹാരാധികളാക്കുക. ദൈവകൽപ്പനയുടെ ഏറ്റവും പരമപ്രധാനമായ 1, 2 കൽപ്പനകൾ: ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയും അരുത്. ഈ കൽപ്പനകളുടെ ലംഘനത്തിലൂടെ ദൈവത്തിനെതിരെ ജനത്തെ അണിനിരത്തിക്കൊണ്ട് മത്സരിക്കുക. അതാണ് പിശാച് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആ വിഗ്രഹത്തിന്റെ പിന്നാലെ പോകുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കേണ്ടതിന് വേണ്ടി പിശാച് ചിലപ്പോൾ ചില പ്രവർത്തികൾ ചെയ്യുന്നു എന്നല്ലാതെ കല്ലിലും തടിയിലും പിശാചിന് വസിക്കുവാൻ സാധിക്കില്ല. അതിന് സോളില്ല, ജീവനില്ല. ജീവനിലാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ആനയുടെ ജീവനില്, പന്നിയുടെ ജീവനില്, ചിലപ്പം മറ്റു മൃഗങ്ങളിലേക്ക്, അതുപോലെ തന്നെ മനുഷ്യനിലും. ഞാൻ 2 ഉദാഹരണങ്ങൾ, പന്നിയുടെ കാര്യം, ഭൂതഗ്രസ്തനായ മനുഷ്യന്റെ കാര്യം പറഞ്ഞു. അവനിൽ നിന്നും അവിടെ കടന്തൂക്കായ പാറക്കെട്ടുണ്ടായിരുന്നു, അവിടേക്ക് പോകുവാനല്ല ചോദിച്ചത്, പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ ചോദിച്ചു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ അടുത്തിടയ്ക്കും കണ്ട് ഏതോ ഒരു ക്ഷേത്രത്തിലെ ആന മറ്റാനകളെ കുത്തി, അങ്ങനെ ആനകളെ കുറെ പേരെ ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുകയുണ്ടായി, പത്രങ്ങളിലൊക്കെ വായിക്കുകയുണ്ടായി. അപ്പോൾ പിശാച് പ്രവർത്തിക്കുന്നത് വിഗ്രഹങ്ങളിലല്ല, വിഗ്രഹങ്ങളെ ആരാധിപ്പിക്കുന്നതിലൂടെ ദൈവകൽപ്പനകളുടെ ലംഘനം നടത്തുകയും ദൈവത്തിന് ആരാധന ലഭിക്കാതെ മാറ്റിക്കളയുകയും ചെയ്യുക എന്നുള്ളതാണ് പിശാചിന്റെ പ്രവൃത്തി. അപ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നു, വിഗ്രഹം ഏതുമില്ല, ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല. An idol is nothing in this world. ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്ന് പറഞ്ഞു വരുന്ന ഫ്ലോ പോകരുത്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, വിഗ്രഹങ്ങളെ ഭയമുള്ളവർ അത് വായിച്ചോണം. ഒരു ഗുണവും ചെയ്യുവാൻ അതിന് കഴിവില്ല. ഇരമ്യ 10:5 വാക്യം. ദോഷം ചെയ്യുവാനും കഴിവില്ല, ഗുണം ചെയ്യുവാനും പ്രാപ്തിയില്ല. അങ്ങനെയെങ്കിൽ നാം വിഗ്രഹങ്ങളെ ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഇവിടെ കൊരിന്ത്യ വിശ്വാസികളുടെ സംശയം, കൊരിന്തിൽ ഞാൻ മുൻപ് പറഞ്ഞതാണ്, കൊരിന്തിൽ അധികവും ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരായിരുന്നു. അവിടെ വിഗ്രഹാർപ്പിതമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ സുലഭമായി ലഭിച്ചിരുന്നു. മാർക്കറ്റിൽ അത് മറ്റ് മാംസത്തെക്കാൾ വില കുറഞ്ഞ് ലഭിച്ചിരുന്നു. ഇതേ കാര്യം തന്നെ റോമിലെ സഭയിലും ഉണ്ടായിരുന്നു. അവിടെയും പ്രശ്നമുണ്ടായിരുന്നു. റോമാലേഖനം 14-ാം അധ്യായത്തിലും ഇതേ വിഷയം പൗലോസ് അഡ്രസ് ചെയ്യുന്നുണ്ട്. അവിടെ ജാതികളുടെ വിഗ്രഹങ്ങൾക്ക് മുൻപാകെ യാഗം കഴിക്കുന്ന മൃഗങ്ങളുടെ മാംസം അത് ഭക്ഷിക്കുന്നത് സംബന്ധിച്ച് വലിയ പ്രശ്നം. റോമാലേഖനം 14-ാം അധ്യായം എടുത്ത് റോമർ 14-ാം അധ്യായം
അതിന്റെ സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളു. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനരോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നുന്നവനെ വിധിക്കരുത്. സസ്യാദികളെ തിന്നുന്നു എന്ന് പറയുന്നത് വിഗ്രഹാർപ്പിതമായ മാംസപദാർത്ഥങ്ങൾ, അതുകൊണ്ട് സസ്യാദികളെ തിന്നുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. അവിടെ ബലഹീനരെന്നും ശക്തരെന്നും 2 വിഭാഗം വിശ്വാസികൾ. ശക്തരായ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ദൈവവചനം അറിയുന്നവര്, ദൈവത്തെ നന്നായി അറിയുന്നവർ, അവർക്ക് നല്ല ധൈര്യമുണ്ട്. എന്ത് വിഗ്രഹാർപ്പിതം, ഇതൊന്നും സ്തോത്രത്തോടെ ഭക്ഷിച്ചാൽ ഇതൊന്നും ഒരു ദോഷവും ചെയ്യില്ല എന്നുള്ള ധൈര്യത്തോടെ അവർ ഭക്ഷിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു കൂട്ടർ ബലഹീന വിശ്വാസികൾ, അവർക്ക് വലിയ ശങ്ക, വിഗ്രഹാർപ്പിതമായ മാംസം ഭക്ഷിക്കാമോ? പൗലോസ് റോമാലേഖനം 14:17 പറയുന്നു. 14:17 പറയുന്നു. എന്താണ് 14:17? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ഈ ഭക്ഷണങ്ങൾ കഴിക്കാമോ കഴിക്കരുതോ ഇതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. ഇതൊന്നും വലിയ പ്രാധാന്യമല്ല. ദൈവരാജ്യം പരിശുദ്ധാത്മാവിൽ നീതിയും പരിശുദ്ധാത്മാവിൽ സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്നു. പരിശുദ്ധാത്മാവിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ സംഗതികളാണ്. ആ 3 വാക്കുകളോടും ചേർത്ത് പരിശുദ്ധാത്മാവിൽ എന്ന് പറയുന്നതാണ് കുറെ കൂടെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. അപ്പൊ 17-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാകുന്നു. അതുകൊണ്ട് ഇവിടെ 13-ാം വാക്യം നോക്കിയ 13-ാം വാക്യം, അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവീൻ. സഹോദരന് ഇടർച്ച ഉണ്ടാകരുത്. നാം ഭക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ സഹോദരന് ഇടർച്ചയുണ്ടാകുവാൻ പാടില്ല. ഞാൻ ശക്തനാകുന്നു എന്ന് ഞാൻ അങ്ങ് കരുതുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാമോ? ഞാനൊരു കാര്യം എൻ്റെ സൗരങ്ങളോട് പറയുകയാണ്. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഇതിൽ പറയുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ചന്തയിൽ വിൽക്കുന്ന ഏത് സാധനവും സ്തോത്രം ചെയ്തുകൊണ്ട് ഭക്ഷിക്കാവുന്ന പൗലോസ് പറയുന്നുണ്ട്. നമ്മൾ എല്ലാവരും വിഗ്രഹാർപ്പിതമായ സാധനങ്ങൾ കഴിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ജാതികളുടെ ക്ഷേത്രങ്ങളിൽ തേങ്ങ ഉടയ്ക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? തേങ്ങ ഉടയ്ക്കുന്നുണ്ടല്ലേ? ലക്ഷക്കണക്കിന് തേങ്ങയാണ് ക്ഷേത്രങ്ങളിൽ ഉടയ്ക്കുന്നത്. ആ തേങ്ങ എല്ലാം കത്തിച്ചു കളയാണോ? തേങ്ങ എല്ലാം കത്തിച്ചു കളയല്ലോ. ആ തേങ്ങ എല്ലാം നമ്മുടെ പ്രമുഖരായ വെളിച്ചെണ്ണ കമ്പനിക്കാർ ലേലത്തിൽ പിടിച്ചിട്ട് ആട്ടിയ എണ്ണയാണ് നമ്മുടെ വീടുകളിൽ ലേബൽ ചെയ്ത് നമ്മൾ ചന്തയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് വെക്കുന്ന വെളിച്ചെണ്ണ. അതുകൊണ്ട് നാളെ തൊട്ട് അയ്യോ എനിക്ക് തലവേദന തോന്നിയത് ചുമ്മാതല്ല, ഞാൻ പാരച്ചൂട്ടിന്റെ എണ്ണ തൊട്ട് തലവേദന തോന്നുന്നൊന്നും ആരും പറഞ്ഞു കളയരുത്. ദൈവവചനം പറയുന്നു, അതുകൊണ്ട് ചന്തയിൽ വിൽക്കുന്ന ഏത് സാധനവും നമുക്ക് മേടിക്കാം. വിഗ്രഹാർപ്പിതം എന്ന് പറഞ്ഞ് ആദരവോടെ ഇത് ഞങ്ങളുടെ പ്രസാദം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈനീട്ടി മേടിക്കരുതെന്നേ ഉള്ളൂ. അങ്ങനെ ജാതികളുടെ ദേവന്മാർക്ക് പ്രാധാന്യം കൊടുക്കരുതെന്നല്ലാതെ നമ്മൾക്ക് ഇത് ഭക്ഷിച്ചത് കൊണ്ട് ഒരു ദോഷവും ചെയ്യില്ല. അതാണ് പൗലോസ് റോമാലേഖനം 14-ാം അധ്യായത്തിലൂടെയും 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലൂടെയും 10-ാം അധ്യായത്തിലൂടെയും താൻ പഠിപ്പിക്കുന്നത്. അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പഠിപ്പിക്കുവാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. വിശ്വാസികളായ നാം പുതുനിയമത്തിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട വിശുദ്ധന്മാർ, നാം സ്വതന്ത്രരാണ്. ഗലാത്യ ലേഖനം 5-1 വാക്യം, ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. നാം സ്വതന്ത്രരാകുന്നു. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നാം ക്രിസ്ത്യാനികളാകുന്ന നാം സ്വതന്ത്രരാണ്. നമുക്ക് ഇതിനെ ഒന്നും ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് സംബന്ധിച്ചാണ് പൗലോസ് 8-ാം അധ്യായത്തിലൂടെയും 9-ാം അധ്യായത്തിലൂടെയും 10-ാം അധ്യായത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച് 8-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട് 8-ാം അധ്യായം 1 മുതൽ
മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വിഗ്രഹാർപ്പണങ്ങളുടെ കാര്യം പറഞ്ഞെടുത്ത് എല്ലാവർക്കും അറിവുണ്ടെന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നു എങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങളെ മതി. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട്. പൗലോസ് പറയുകയാണ്, സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും അറിവുണ്ട്, നമുക്കറിയാം. എന്നാൽ കൊരിന്ത് വിശ്വാസികളുടെ ഒരു കാര്യം, ഇനി നമ്മൾ 12-ാം അധ്യായത്തിൽ വന്നിട്ട് കൃപാവരങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. ചില കൃപാവരങ്ങൾ ഉള്ളവരൊക്കെ ചീർത്തിരിക്കുകയാണ്, ഞങ്ങൾ ഇച്ചിരി കൂടിയ കൃപാവരം ഉള്ളവരാണ്. അതുകൊണ്ട് പൗലോസ് അതിനെപ്പറ്റിയും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ, ഈ കൃപാവരങ്ങൾ ചിലരെ ചീർപ്പിക്കുന്നു. ദേ ബോസ്റ്റ് അബൌട്ട് ദംസെൽസ്. ഞങ്ങൾക്ക് വലിയ അറിവുണ്ട്. ഇവിടെയും ഇതാണ്, ഞങ്ങൾക്ക് വചനം അറിയാം. ചിലരുണ്ടല്ലോ വലിയ വചനം അറിയാം, ചിലരൊക്കെ ഉണ്ട് കടിച്ചു പിടിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. കടിച്ചു പിടിച്ചു, വലിയ ഗാംഭീര്യം കാണിച്ചു, വലിയ കടിച്ചു പിടിച്ചു, വലിയ പണ്ഡിതന്മാരാണെന്നുള്ള ചിന്തയിൽ. അങ്ങനെയുള്ള അറിവ് നമുക്കുള്ളത് നല്ലതാണ്. പക്ഷെ സ്നേഹമുണ്ടല്ലോ, സ്നേഹം ആത്മീക വർധന വരുത്തുന്നു. ആത്മീക വർധന എന്ന് പറഞ്ഞാൽ പണിയുകയാണ്, പണിയുന്നതിനാണ് ആത്മീക വർധന എന്ന് പറയുന്നത്. ഒരുവനെ പണിയുവാനായിട്ട് അതിന് സ്നേഹം, അറിവുണ്ടായിരിക്കണം. അപ്പോൾ തന്നെ സ്നേഹം അത് വെളിപ്പെടേണ്ടതുണ്ട്. ഒരു ബലഹീന വ്യക്തിക്ക് ഇടർച്ച വരുത്തുന്നതിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 17:2 കർത്താവ് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തനെ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികൽ അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിലെറിഞ്ഞു കളയുന്നതാണ് നന്ന്. ഒരു ബലഹീന വിശ്വാസിക്ക് ഇടർച്ച വരുത്തുന്നതൊന്നും നമ്മിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല. ശക്തരായിരിക്കുന്ന നാം, അറിവുള്ള നമുക്ക് വിഗ്രഹാർപ്പിതമാണെങ്കിലും ഭക്ഷിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരു കുഴപ്പവുമില്ല. ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല. An idol is nothing in this world. ലോകത്തിൽ ഏതുമല്ല. അതുകൊണ്ട് ഒരു വിഗ്രഹാർപ്പിതമായ മാംസം ഭക്ഷിക്കുന്നത് കൊണ്ടോ വിഗ്രഹാർപ്പിതമായ എന്തെങ്കിലും ഭക്ഷിക്കുന്നത് കൊണ്ടോ ഒരു ദോഷവും ചെയ്യുന്നില്ല. കൊരിന്ത്യ വിശ്വാസികളിൽ ചിലരുടെ അറിവ് അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. എന്നാൽ അത് ഇവിടെ എന്താ പൗലോസ് പറയുന്നത്? അറിവ് ചീർപ്പിക്കുന്നു, ഒരുതരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അവർക്ക് ഉളവാക്കുന്നു. അത് നന്നല്ല. സ്നേഹമാണ് വേണ്ടത്. ബലഹീനനെ പണിയുകയാണ് നിന്നെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നീ ബലഹീനനെ പണിയുന്നില്ലെങ്കിൽ നിന്റെ അറിവ് കൊണ്ട് ഒരു കാര്യവുമില്ല. ആത്മീക വർധന വരുത്തുക എന്ന് പറയാൻ പണിയുകയാണ്. ബലഹീനനെ പണിയുന്നതിനാണ് നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ല, നീ എന്തെങ്കിലും അറിയുന്നുവെന്ന് ഭാവിക്കുന്നുവെങ്കിൽ, നിന്നിൽ സ്നേഹം വെളിപ്പെടുന്നില്ല, നീ അറിയുന്നുവെന്ന് ബോസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, നീ അറിയേണ്ടതുപോലെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത്, ആദ്യത്തെ 3 വാക്യങ്ങൾ അദ്ദേഹം പറയുന്നത്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് അറിവുണ്ട്. എന്നാൽ നമ്മുടെ അറിവ് ബലഹീനന് ദോഷം ചെയ്യുന്നുവെങ്കിൽ, പൗലോസ് പറയുന്ന റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? മറ്റുള്ളവർക്ക് ഇടർച്ച വരാതിരിക്കേണ്ടതിന് ഞാൻ ഇനി മാംസം കഴിക്കത്തേ ഇല്ലെന്ന്. മാംസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിഗ്രഹാർപ്പിതമായത് ഭക്ഷിക്കുകയില്ലെന്ന് തന്നെ താൻ പറയുന്നുണ്ട്. വിഗ്രഹാർപ്പിതമായത് ഭക്ഷിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം വിഗ്രഹാർപ്പിതമായത് ഭക്ഷിക്കുന്നതിലൂടെ ഒരു ദോഷവുമില്ല. പക്ഷെ ബലഹീന വിശ്വാസിക്ക് അത് ഇടർച്ച ഉണ്ടാക്കുന്നുവെങ്കിൽ അവന്റെ ആത്മീക വർധനയ്ക്ക് വേണ്ടി നമ്മുടെ ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നന്ന് എന്ന് അദ്ദേഹം അല്ലെങ്കിൽ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് 8:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നമ്മുടെ മനസാക്ഷി നിമിത്തം വിഗ്രഹാർപ്പിതം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മനസാക്ഷി നിമിത്തം. ആരുടെ മനസാക്ഷി? ബലഹീനന്റെ മനസാക്ഷി നിമിത്തം. 8:4 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് 4-ാം വാക്യം ഞാൻ വായിക്കാം. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. വിഗ്രഹങ്ങൾക്ക് യാതൊരു വിലയുമില്ല. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, സോൾ റലത്തിലാണ്, ജീവനിലാണ്, മനസ്സ്, ഇച്ഛ, വികാരങ്ങൾ അടങ്ങുന്ന ജീവനിൽ മാത്രമേ സ്പിരിറ്റ് ബീയിങ് ആയിട്ടുള്ള സൈറ്റാന് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
കല്ലിലും മരത്തിലും ഒന്നും അവന് വസിക്കാൻ സാധിക്കില്ല. പിന്നെ കല്ലിന്റെ മരത്തിന്റെ ഒക്കെ പുറകാലെ അവൻ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പോകുന്നവരുടെ കാര്യസാധ്യങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കാതെ അവയിലേക്ക് ജനം ആകർഷകരാകത്തുള്ളൂ. അവൻ മത്സരിയാണ്. അവൻ ഭോഷ്കു പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. അതുകൊണ്ട് ആ വിഗ്രഹങ്ങളിലേക്ക് ജനത്തെ ആനയിക്കുവാൻ വേണ്ടി ചിലതൊക്കെ അവൻ പ്രവർത്തിക്കുമെന്നല്ലാതെ ഈ കല്ലോ മരമോ കണ്ട് ആരും ഭയപ്പെടരുത്. അടുത്തിടയ്ക്ക് ഒരാള് എന്നോട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു വീട്ടിലെ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാര്യം അവരുടെ വീടിന്റെ മുൻപിൽ ഒരു കുളമുണ്ട്, ആ കുളത്തിന്റെ നടുക്കൊരു വിഗ്രഹമുണ്ട്, ആ വിഗ്രഹം കാരണമാണെന്ന് പറഞ്ഞു. എന്നപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, ആ പറയപ്പെടുന്ന വീടിന്റെ ഒരു വീട്, ഒന്നാണോ രണ്ട് വീട്, ഒരു വീട് കഴിയുമ്പോൾ എന്റെ ഒരു ബന്ധു താമസിക്കുന്നുണ്ട്, അദ്ദേഹം വിശ്വാസിയൊന്നുമല്ല, അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. ഇതൊക്കെ ഏതോ വിവരമില്ലാത്തവര് ചെന്നിട്ട് പറയുന്നത് കേട്ട് ആ മനുഷ്യരുടെ വീട്ടിൽ സംശയങ്ങൾ ഉണ്ടാക്കുകയാണ്. വിഗ്രഹമേതുമില്ല, ലോകത്തിൽ വിഗ്രഹമേതുമില്ല, അതിനൊരു ശക്തിയുമില്ല. പൗലോസ് വിഗ്രഹങ്ങൾക്കും വിഗ്രഹാരാധനയ്ക്കും എതിരായി പ്രസംഗിക്കുന്നവരാണ്. എഫെസോസിൽ ചെന്നപ്പോൾ ജാതികൾ അവിടുത്തെ അർത്തമീസിനെ വണങ്ങിയിരുന്ന അവരോട് മനുഷ്യന്റെ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പൗലോസ് പഠിപ്പിച്ചു. അവർ പറഞ്ഞു, ദ്യോവിൽ നിന്ന് വീണ നമ്മുടെ ദേവതയാണ് അർത്തമീസ്. ദ്യോവ് എന്ന് പറയുന്നത് ജൂപ്പിറ്ററിന്റെ പുത്രിയാണ്, ജൂപ്പിറ്റർ ദേവന്റെ പുത്രിയാണ് അർത്തമീസ് ദേവി എന്ന് പഠിപ്പിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ടായിരുന്നു. വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമായി അദ്ദേഹം സംസാരിച്ചു. അതുകൊണ്ട് പൗലോസിന്റെ എഫെസോസിൽ വലിയ പ്രയാസങ്ങളെ നേരിടേണ്ടി വന്നു, നമുക്കറിയാം. എന്നാൽ നമ്മുടെ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. അവിടെ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, വിഗ്രഹം ഏതുമില്ല. 5-6 വാക്യങ്ങൾ വായിക്കാം. 5-6 വാക്യങ്ങൾ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ഏക ദൈവം. ദേവന്മാർ, ഭൂമിയിലോ ദേവന്മാർ എന്ന പേരുള്ളവർ ഉണ്ടെന്ന് വരെങ്കിലും നമ്മുടെ ബൈബിളിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ സ്മോൾ ലെറ്റർ ജി ഇട്ട് ഗോഡ്സ് എന്ന് എഴുതും. ഗോഡ്സ് എന്ന് എഴുതുന്നത് ദേവന്മാരെന്ന പരിഭാഷ ചെയ്തിരിക്കുന്നത്. അത് ജാതികളുടെ ദേവന്മാരെ പറ്റി പറയുവാൻ ഉപയോഗിക്കുന്ന. ജീവനുള്ള സത്യദൈവത്തെ പറ്റി പറയുവാൻ ക്യാപിറ്റൽ ലെറ്റർ ജി ആണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. GOD, ക്യാപിറ്റൽ GOD. മലയാളത്തിൽ ദൈവമെന്നാണ്. നമ്മുടെ പല പാട്ടുകളിൽ പോലും ദേവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ബൈബിളിൽ അതുപോലെ തന്നെ പലരും പ്രസംഗത്തിലൊക്കെ പറയും യെരുശലേം ദേവാലയം. നിങ്ങൾ ഈ ബൈബിളിൽ എവിടെയെങ്കിലും യെരുശലേം ദേവാലയം എന്നൊരു വാക്കൊന്ന് കാണിച്ചു തരാമെങ്കിൽ ഒന്ന് പരിശ്രമിക്കുക. യെരുശലേമിലെ ദൈവാലയം എന്നാ പറയുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളെങ്കിലും അതിനി ശ്രദ്ധിക്കണം. യഹോവയുടെ ആലയം, ദൈവത്തിന്റെ ആലയം, യെരുശലേമിലെ ആലയം, ദൈവാലയം. ദേവാലയം എന്നൊരു പേരേ ഇല്ല. ദേവന്മാർ എന്ന് പറയുന്നത് ജാതികളുടെ ദേവന്മാരെ പറ്റി പറയുവാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. ദൈവം എന്നുള്ള വാക്ക് നിങ്ങൾ നോക്കി. ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന പേരുള്ളവർ ഉണ്ടെന്ന് വരെങ്കിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമമാകുന്നു. ഒരു വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്. വിഗ്രഹങ്ങൾ, ഞാൻ മുൻപ് പറഞ്ഞല്ലോ, വിഗ്രഹങ്ങൾ അതിൽ തന്നെ ഏതുമില്ല. എന്നാൽ അതിനനുബന്ധമായി വൈശാചിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. കാരണം വിഗ്രഹാരാധന ദൈവകൽപ്പനയുടെ ലംഘനമാണ്. ഏറ്റവും പരമപ്രധാനമായ 1-2 കൽപ്പനകളുടെ ലംഘനമാണത്. ശക്തിയും അധികാരവുമുള്ള ഏക സത്യ ദൈവം മാത്രമേ ഉള്ളൂ. വിഗ്രഹങ്ങൾക്ക് യാതൊരു ശക്തിയുമില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ് സ്ഥാപിക്കുന്ന ഇതാണ്, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. എന്നാൽ ഒരു പ്രശ്നം, അറിവില്ലാത്ത ചിലരുടെ മനസാക്ഷിക്ക് 7-ാം വാക്യം വായിച്ച് 7-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എല്ലാവരിലും ഈ അറിവില്ല.
ചിലർ ഇന്ന് വരെ വിഗ്രഹപരിചയം ഹേതുവായി വിഗ്രഹാർപ്പിത എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. എന്നാൽ ശ്രദ്ധിക്കണം. അറിവില്ലാത്ത ചിലർക്ക് വിഗ്രഹാർപ്പിതം കിട്ടുമ്പോൾ അവര് വിഗ്രഹ പരിചയം നിമിത്തം, കൊരിന്തിലെ വിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണ്, വിഗ്രഹ പരിചയം നിമിത്തം, അതായത് മുൻകാലങ്ങളിൽ അവർ വിഗ്രഹാർപ്പിതമായതിനെ ജാതികളുടെ ക്ഷേത്രത്തിൽ പോയി വണങ്ങി അതിനെ ആദരവോടെ ഭക്ഷിച്ചിരുന്നതാണ്. അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല, അങ്ങനെ ഭക്ഷിപ്പാൻ പാടില്ല. പൗലോസ് പറയുകയാണ്, ഇന്നും ചിലർ അങ്ങനെ വെച്ച് തിന്നുന്നു. അങ്ങനെയുള്ളവരുടെ മുൻപാകെ ബലവാന്മാരായ അല്ലെങ്കിൽ ശക്തന്മാരായിരിക്കുന്നവർ അവരുടെ മുൻപാകെ ഭക്ഷിക്കുമ്പോൾ എന്ത് സംഭവിപ്പാൻ ഇടയുണ്ട്? ചിലർ ഇന്ന് വരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതമെന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. ബലഹീനൻ വിഗ്രഹാർപ്പിതമായത് ഭക്ഷിക്കുവാൻ ഇടയായാൽ അവന്റെ മനസാക്ഷി ഇടറുവാൻ ഇടയായി തീരും. രാത്രി കിടക്കുമ്പോൾ മുഴുവൻ അവന് പിന്നെ ശങ്കയാ, ആ വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചത് കൊണ്ടാണ് ഒരു ഗ്യാസ് ഉണ്ടായി, അതുകൊണ്ടാണോ വേണ്ട പിശാച് എന്റെ നെഞ്ചിനകത്ത് കയറിയിരിക്കുന്നു, ആകെ പേടിയാകും. ഞാന് ചില വർഷങ്ങൾ മഹാരാഷ്ട്ര നാഗ്പൂരില് ഞാൻ പഠിക്കുകയും ജോലിയൊക്കെ ചെയ്ത ഒരു സ്ഥലമാണ്. അവിടെ എന്റെ സ്നേഹിതന്മാരോട് കൂടെ ഒരിക്കലും വൈകിട്ട് ഇങ്ങനെ അവിടെ ഈ ഗന്നേക്കാരസ് എന്ന് പറയും, നമ്മുടെ പൂനെക്കാർക്കും മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള സൗരന്മാർക്കൊക്കെ അറിയാം ഗന്നേക്കാരസ് അല്ലേ, കരിമ്പന്നീര്, അത് കുടിക്കാൻ ഇങ്ങനെ പോയി. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കാലങ്ങളിൽ ഇങ്ങനെ സമ്മറിൽ ഗന്നേക്കാരസ് കരിമ്പന്നീര് വിൽക്കുന്ന കടകള് ഉണ്ട്. അവിടെ ചെന്ന് ഒരു കടയിൽ ചെന്നപ്പം അന്നേരം എന്തോ പൂജ ചെയ്തോണ്ടിരിക്കുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പൂജിച്ച ആ ചില ഉണ്ട പോലെ ചില കുറച്ച് സാധനങ്ങളും തേങ്ങാക്കൊത്തും എല്ലായിട്ട് വന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും നീട്ടി. ഞാനന്ന് പെന്തക്കോസുകാരനായിട്ടില്ലെങ്കിലും എൻ്റെ മാതാവ് എന്നെ പഠിപ്പിച്ച ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാനത് സ്വീകരിച്ചില്ല. എൻ്റെ അടുത്തിരുന്ന ഒരു മലയാളി ക്രിസ്ത്യാനി തന്നെ, ഒരാള് മദ്രാസ് ബ്രോട്ടപ്പാണ്, അവനോട് പറഞ്ഞു, നിനക്ക് വേണ്ടെങ്കിൽ മേടിച്ചിട്ടെങ്കിൽ തന്നാ പോരെ. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ എനിക്കാ കഴിക്കരുതെന്ന് ചോദിച്ചു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പൂജാദ്രവ്യം കൊണ്ടുവന്നിട്ട് തരികയും ആളുകൾ 2 കൈ നീട്ടി ഇങ്ങനെ സ്വീകരിക്കുക. അങ്ങനെ മേടിച്ച് ഭക്ഷിക്കരുത് കേട്ടോ, അങ്ങനെ മേടിച്ച് ഭക്ഷിക്കരുത്. വിഗ്രഹാർപ്പിതമെന്ന് വെച്ച് തരുന്നതിനെ ആ നിലയിൽ സ്വീകരിക്കുവാൻ പാടില്ല. അല്ലാതെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് നമ്മൾക്ക് ചന്തയിൽ നിന്ന് ലഭിക്കുന്നു, അല്ലാതെ നമ്മൾ അറിവില്ലാതെ ലഭിക്കുന്നു, അത് ഭക്ഷിച്ചത് കൊണ്ട് ഒരു ദോഷവുമില്ല. ധൈര്യമായിട്ട് പാറച്ചൂട്ടിന്റെ എണ്ണയൊക്കെ പുരട്ടിക്കോ, തലവേദന വരുന്നതെന്ന് അതുകൊണ്ടൊന്നുമല്ല. ഞാൻ മുമ്പേ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. അതെവിടെങ്കിലും അർപ്പിച്ച തേങ്ങ ആയിക്കോട്ടെ, നമുക്കൊരു ദോഷവും ചെയ്യത്തില്ല. നാം വിഗ്രഹാർപ്പിതമെന്ന് വെച്ച് തിന്നുമ്പോൾ ബലഹീനന്റെ മനസാക്ഷി മലിനമായി തീരുവാനിടയുണ്ട്, അത് കലങ്ങിപ്പോകുവാനിടയുണ്ട്. അവൻ ചിന്തിക്കും, ആഹാ ഈ ദേവദാസൻ ഇത് കഴിക്കുന്നു, അവൻ ഇതിനെ ആദരവോടെ സ്വീകരിക്കുകയായിരിക്കാം, അപ്പൊ പിന്നെ ഇവന് അത് പ്രവർത്തിക്കാനിടയാകും. അല്ലെങ്കിൽ അങ്ങനെ അവൻ ഭക്ഷിക്കുവാനിടയായാൽ അവന്റെ മനസാക്ഷി മലിനമായി തീരുവാനിടയുണ്ട്, അവന് പരിഭ്രാന്തി ഉണ്ടാകുവാനിടയുണ്ട്, അവന് കുറ്റബോധം ഉണ്ടാകുവാനിടയുണ്ട്. പിശാച് അതിനെ ഒരു കൊളുത്തായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവനെ പിന്നെയും പഴയതിലേക്ക് മടക്കി കൊണ്ടുപോകാനിടയുണ്ട്. അതുകൊണ്ട് ബലഹീനനായിരിക്കുന്നവനെ ഉദ്ദേശിച്ചുകൊണ്ട് പൗലോസ് റോമലേഖനം 14:23 വായിച്ച അവിടെ പൗലോസ് പറയുന്ന 14:23, റോമർ 14:23, എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായിക കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. നാം ഇത് അറിഞ്ഞുകൊണ്ട് ഭക്ഷിക്കുകയാണ്. ഐ ഡോണ്ട് കെയർ, ഒന്നും ചെയ്യാനൊക്കത്തില്ല. സ്തോത്രത്തോടെ ഭക്ഷിക്കുകയാണെങ്കിൽ ഒരു ദോഷവും ചെയ്യാൻ ഇതിനൊന്നും സാധിക്കത്തില്ല. ഇതിലൊന്നും സ്പിരിറ്റ് ആയിരിക്കുന്ന പിശാച് ഇതിനകത്തൊന്നും കുടിയിരിക്കുന്നില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് നിർജീവ വസ്തുക്കൾ ഭക്ഷിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ, ബലഹീനനായിരിക്കുന്നവൻ അത് തിന്നുന്നുവെങ്കിൽ, അവന് ധൈര്യം കൊണ്ട് വിശ്വാസം കൊണ്ടല്ല അത് ഭക്ഷിച്ചിരിക്കുന്നത്, അത് നിമിത്തം അവന് പരിഭ്രാന്തി ഉണ്ടാകും, കുറ്റബോധം ഉണ്ടാകും, അവന്റെ മനസാക്ഷി മലിനമായി തീരും.
അന്ന് രാത്രി ഞാൻ പറഞ്ഞില്ലേ, അവൻ ഉരുണ്ട് കയറുന്ന പോലെ തോന്നിയെന്നിരിക്കും, തലവേദന എടുക്കുന്ന പോലെ തോന്നിയെന്നിരിക്കും, ദുസ്വപ്നം കണ്ടെന്നിരിക്കും. അവന്റെ സന്തോഷം നഷ്ടമാകും. പിന്നീട് അവൻ വീണു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബലഹീനനായ സഹോദരന്റെ മനസാക്ഷിയും വിശ്വാസവും മലിനമാക്കുന്ന വ്യക്തി ബലഹീനനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം നാം ദുരുപയോഗം ചെയ്യുന്നതിലൂടെ ബലഹീനൻ ഇടർച്ച വരുത്തുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നത് നന്ന്. 3, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ അറിവ്, അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്, പാപത്തിലേക്ക് നയിക്കരുത്. ആത്മീയതയും ആഹാരം കഴിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. 8-ാം വാക്യം, 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട്. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. ദൈവവചനം വിലക്കിയിട്ടില്ലാത്ത എന്തെങ്കിലും ഭക്ഷിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വിഷമല്ലാത്തത്, മലിനമല്ലാത്തത്, മലിനമെന്ന് ഞാൻ പറഞ്ഞാൽ സാങ്കേതികമായ അർത്ഥത്തിൽ, ആത്മീയ അർത്ഥത്തിലല്ല, പൊടിപടലങ്ങളോ അഴുക്കോ ചീഞ്ഞതോ അല്ലാത്തതും വിഷമല്ലാത്തതും വിഷമയമല്ലാത്തതും മലിനമല്ലാത്തതുമായ ആഹാരം ഭക്ഷിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കാരണം നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 7:15 പറയുന്നുണ്ട്. മർക്കോസ് 7:15 ഒന്ന് വായിച്ചേ. മർക്കോസ് 7:15. പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. പിന്നെ താഴോട്ട് വായിക്കുമ്പോ 19-ാം വാക്യത്തിൽ 18-19 വാക്യങ്ങളുടെ വായിച്ചാട്ടെ. അതേ അധ്യായം, 7-ാം അധ്യായം, 18-19. അവൻ അവരോട് ഇങ്ങനെ, നിങ്ങളും ബോധമില്ലാത്തവരോ? പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവന്റെ ഹൃദയത്തിലല്ല, വയറ്റിലത്രേ ചെല്ലുന്നത്. പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. ഇനി മത്തായി 15-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ, ഇത് മാറ്റരുത്, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള ഭാഗത്ത് ഇതേ കാര്യം പറയുന്നുണ്ട്. കേൾക്കാൻ വയ്യാലോ സഹോദരി, ഫോണിന്റെ അടുത്തേക്ക് വന്ന് കേൾക്കാൻ വയ്യ. മറ്റൊരാൾ വായിച്ചാട്ടെ. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്നാകുന്നു, അത് മനുഷ്യനെ അസ്വസ്ഥനാകുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. ഓക്കെ. അതിന്റെ 17-ാം വാക്യം ആരംഭിക്കുമ്പോൾ പറയുകയാണ്, വായ്ക്കകത്ത് കിടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുറയിൽ പോകുന്നു. എവരിതിങ് ദാറ്റ് ഗോസ് ഇൻ ടു യുവർ മൗത്ത്, മറപ്പുരയിലോട്ട് പോകുന്നു. എവരിതിങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. 15 വർഷം മുമ്പ് ഒരുത്തം കൂടോത്രം ചെയ്ത് തന്നിരിക്കുന്നത് എന്റെ വയറ്റിൽ കിടക്കുന്നെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ അസത്യവാദിയാക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് എന്താ പറഞ്ഞത്? വയറ്റിൽ ചെല്ലുന്നത് എല്ലാം പുറത്തു പോകുന്നു. അങ്ങനല്ലേ കർത്താവ് പറഞ്ഞത്? അതൊന്ന് സ്പീക്കർ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉടൻ നിങ്ങളൊന്ന് ഓഫ് ചെയ്തേ. വായിക്കകത്ത് കിടക്കുന്നത് എല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ല. പോയി. ഓക്കെ. അപ്പോൾ കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറയുകയാണ്, വായിൽ ചെല്ലുന്നതെല്ലാം ഒടുവിൽ മറപ്പുരയിൽ പോകുന്നു. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കൂടോത്രം ചെയ്ത് തന്നത് അവിടെ കെട്ടിക്കിടക്കുന്നെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കള്ളപ്രവാചകനെ വിശ്വസിക്കരുത്. കർത്താവ് പറയുക എല്ലാം പോകുമെന്ന്. ഇനി പോകാതെ എന്തെങ്കിലും ഇരുന്നാൽ വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ളവരോട് ചോദിക്കണം. അതവിടെ ഇരുന്നിട്ട് വയറ്റിൽ മറ്റു പ്രോബ്ലംസ്, ചിലത് ദഹിക്കാതെ ചില സാധനങ്ങളുണ്ടല്ലോ, ലോഹ പദാർത്ഥങ്ങളൊക്കെ വയറ്റിലൊക്കെ കിടക്കുന്നത്, ചിലർ ദഹിക്കാതെ പോകുന്നത്, അത് പിന്നെ വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും, അത് വേറെ. വയറ്റിനകത്ത് യാതൊന്നും ഇരിക്കുന്നില്ല, എല്ലാം മറപ്പുറയിൽ പോകുന്നെന്ന് കർത്താവ് പറഞ്ഞു. ഞാനിത് പറഞ്ഞത് പിന്നെ ഒരു സഭയിൽ ഇതൊരു പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴാ ആ സഭയിലെ ഒരു സഹോദരിയുടെ മുഖം അങ്ങ് വീർത്തു. കാരണം ആ സഹോദരി അവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നത് അവിടെ പുള്ളിക്കാരുടെ വയറ്റിൽ 10-15 വർഷം മുമ്പ് ആരോ കൂടോത്രം ചെയ്തത് കിടന്നു.
ആരോ പ്രാർത്ഥിച്ചു, പുള്ളിക്കാരി ഒരു ബക്കറ്റ് നിറയെ ഛർദ്ദിച്ചു, അന്നേരം കറുത്ത അതെല്ലാം പോയി. അത് 15 വർഷം മുൻപിലത്തെ കൂടത്രമാണ്. എന്റെ കർത്താവിനെ അസത്യവാദിയാക്കുകയാണ് അവർ. കർത്താവിനെ അസത്യവാദിയാക്കുകയാണ്. മനുഷ്യന്റെ വായിൽ ചെല്ലുന്നെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് അതിനകത്ത് ഇരിക്കുന്നെന്നല്ല അർത്ഥം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം, ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കാൻ, സത്യമായിട്ട് പഠിപ്പിക്കാനാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വിളി. അപ്പം ഇവിടേക്ക് മടങ്ങി വരാം. പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാ? നമ്മെ സൃഷ്ടിച്ച, നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളെയും അറിയുന്ന നമ്മുടെ കർത്താവ് അങ്ങനെ അരുളി ചെയ്തെങ്കിൽ അവന്റെ വാക്കങ്ങ് വിശ്വസിച്ചാൽ മതി. വിഗ്രഹാർപ്പിതം ഏതുമില്ല. ജാതികളുടെ അടുക്കലേക്ക് പോകുവാൻ പത്രോസിനെ വിളിക്കുമ്പോൾ പത്രോസിനെ യഹൂദന്മാർക്ക് അശുദ്ധമായിരുന്ന കുറെ സാധനങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു അറുത്ത് തിന്നുക എന്ന് പറഞ്ഞത്. അപ്പോൾ വിഗ്രഹാർപ്പിതമാകട്ടെ അല്ലാത്തതാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ, വിശ്വാസമുണ്ടെങ്കിൽ ഭക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ല എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. പക്വത വന്ന വിശ്വാസി എനിക്കിത് മൂലം ഒരു ദോഷവും വരില്ല എന്ന് വിശ്വസിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ, 10-ാം വാക്യം, അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? നോക്കൂ, അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ, ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരായിരുന്നു. അവരുടെ ബന്ധുമിത്രാദികൾ ഇപ്പോഴും പലരും ജാതികളാണ്, വിഗ്രഹാരാധികളാണ്. അവരുടെ ജനപ്രകാരമുള്ള ബന്ധുമിത്രാദികളുടെ വിവാഹങ്ങൾക്കും മറ്റ് ക്ഷേത്രങ്ങൾ കടന്നു പോകും. അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് സാധാരണമായിരുന്നു. അപ്പോൾ പക്വത വന്ന വിശ്വാസി അവനറിയാം ഇത് ഭക്ഷിച്ചത് കൊണ്ട് ഒരു ദോഷവുമില്ല. അവൻ ഭക്ഷിക്കുമ്പോൾ അവൻ വിഗ്രഹങ്ങൾക്ക് മുൻപാകെ വണങ്ങുന്നില്ല, വിഗ്രഹാരാധന നടത്തുന്നില്ല. എന്നാൽ തന്റെ ബന്ധുമിത്രാദികളോട് ചേർന്ന് ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണ്. അവൻ ആത്മീയമായി ശക്തനായതുകൊണ്ട് അവനൊരു ദോഷവുമില്ല. എന്നാൽ ബലഹീനനായ ദുർബലമായ മനസാക്ഷിയുള്ള ഒരു വ്യക്തി അത് കാണുമ്പോൾ അവന്റെ മനസാക്ഷിയുടെ നിയന്ത്രണം കൈവിട്ടു പോകുവാൻ ഇടയായി. അവൻ ആദരവോടെ, അവൻ വിഗ്രഹാർപ്പിതത്തിന് നേരെ കൈനീട്ടുമ്പോൾ പണ്ട് ചെയ്തതുപോലെ ആദരവോടെ കൈനീട്ടി ഭക്ഷിക്കുന്നു. അങ്ങനെ ഭക്ഷിച്ചാൽ 11-ാം വാക്യത്തിൽ പറയുന്നു, ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. സംഭവം മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഒക്കെ തന്നെ ജാതികളുടെ ഒക്കെ വിവാഹത്തിന് നമ്മളെ വിളിക്കാറുണ്ട്, നമ്മൾ പോകാറുമുണ്ട്. ഞാൻ പോകാറുണ്ട്, നിങ്ങൾ എല്ലാവരും പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോകാറുണ്ട്, എൻ്റെ സ്നേഹിതന്മാരുടെയൊക്കെ മക്കളുടെയൊക്കെ വിവാഹത്തിന് പോകാറുണ്ട്. അപ്പോൾ അവിടെ സാധാരണയായി വിളമ്പുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ആ കൂട്ടത്തിൽ അവരുടെ പ്രസാദമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമ്പോൾ അത് പ്രസാദമെന്ന് വെച്ച് കൈനീട്ട് ഞാൻ മേടിച്ച് ഭക്ഷിക്കില്ല. അങ്ങനെ ഭക്ഷിച്ചാൽ ബലഹീനനായ ഒരു സഹോദരൻ അപ്പുറത്തിരിക്കുകയാണ്, അവനത് ഇറച്ചിയായി തീരുകയാണ്. അങ്ങനെ ആ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിലൂടെ അവനെ പാപം ചെയ്യിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, റോമാലേഖനത്തിലല്ല, കൊരിന്ത്യർ ലേഖനം 8:13 പറയുകയാണ്, ആഹാരം എന്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ എന്റെ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും വിഗ്രഹാർപ്പിതം തിന്നുകയില്ല. മാംസം എന്നാണ് പറഞ്ഞിരിക്കുന്ന വിഗ്രഹാർപ്പിതത്തെ കുറിച്ചാണ്. സഹോദരൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന്, സഹോദരന്റെ മനസാക്ഷി കലങ്ങി പോകാതിരിക്കേണ്ടതിന്, സഹോദരന്റെ ആത്മിക വർധനവിന് വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ അറിവിനെ നമ്മൾ വിനിയോഗിക്കാതിരിക്കുമെന്നത് നന്ന് എന്ന് പ്രബോധിപ്പിക്കുകയാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ സ്നേഹം, സഹോദരന്റെ ആത്മീയ വർധനവിന് വേണ്ടി വിഗ്രഹാർപ്പിതം ഒഴിവാക്കുന്നത് നന്ന്. സഹോദരന്റെ ആത്മീയ വർധനവിന് വേണ്ടി വിഗ്രഹാർപ്പിതം ഏതുമില്ല, ഒരു ദോഷവും ഇല്ലെങ്കിൽ പോലും ബലഹീനന്റെ മനസാക്ഷിക്ക് അത് ക്ഷീണമുണ്ടാക്കാതിരിക്കേണ്ടതിന് അത് ഭക്ഷിക്കാതിരിക്കുക. അവൻ പാപം ചെയ്യാതിരിപ്പാൻ അത് ഒഴിവാക്കുക. റോമലേഖനം 14:20-21 വാക്യങ്ങളൊന്ന് വായിച്ച്. റോമർ 14:20-21.
ലക്ഷണം നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച എല്ലാം ശുദ്ധം തന്നെ, മനുഷ്യന് അത് എല്ലാം ശുദ്ധം ദോഷമത്രേ. തന്നെ. എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. എന്റെ ഭക്ഷണം എന്റെ ബലഹീന സഹോദരൻ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ഞാൻ ദോഷം ചെയ്യുകയാണ്. മാംസം തിന്നാതെ അഥവാ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും ഇരിക്കുന്നത്, സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് നല്ലത്. അപ്പോൾ സഹോദരന്റെ മനസാക്ഷിക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കുവാൻ നാം ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന പ്രമാണം. വിഗ്രഹാർപ്പണം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഈ 2, 8, 10, 8, 9, 10 അധ്യായങ്ങളും റോമാലേഖനവും കൊരിന്ത്യലേഖനവും എല്ലാം കൂടെ ചേർത്തുള്ള ചില കൺക്ലൂഷൻസ് ഞാൻ നിങ്ങളുടെ മുൻപാകെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ തന്നെ സ്വാതന്ത്ര്യം നമ്മെ മറ്റൊരു അടിമത്വത്തിലേക്ക് നയിക്കരുത്. കൊരിന്ത്യർ 6:12 ഒന്ന് വായിച്ചാട്ടെ. കൊരിന്ത്യർ 6:12. എനിക്ക് കർത്തവ്യം ഉണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല. അധീനനാകയില്ല എന്നുള്ള മനുഷ്യനെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു തന്ത്രമാണ്. അപ്പം അധീനത അല്ലെങ്കിൽ അഡിക്ഷനിലേക്ക് നമ്മെ നയിക്കുവാൻ ഇടയാകരുത്. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരു അടിമത്വത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ഇടയാകരുത്. അതുകൊണ്ട് സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. 2, നമ്മുടെ സ്വാതന്ത്ര്യം ഇടർച്ച ഉണ്ടാക്കരുത്. 8:13 വാക്യം. നമ്മുടെ സ്വാതന്ത്ര്യം സഹോദരന് ഇടർച്ചയ്ക്ക് കാരണമാകരുത്. 8:13 വാക്യം വായിച്ചാട്ടെ. ആകയാൽ ആഹാരം എന്റെ സഹോദരന് ഇടർച്ചയായി തീരും എങ്കിൽ എന്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. പറയുകയാണ് എന്റെ സഹോദരന് ഇടർച്ച ഉണ്ടാക്കാതിരിക്കാൻ. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം സഹോദരന് ഇടർച്ച ഉണ്ടാക്കുവാൻ ഇടയാകരുത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? നമ്മുടെ സ്വാതന്ത്ര്യം നമ്മെ അടിമത്തത്തിലേക്ക് മറ്റൊരു അടിമത്വത്തിലേക്ക് നമ്മളെ നയിക്കരുത്. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മെ മറ്റൊരു അടിമത്വത്തിലേക്ക് നമ്മെ നയിക്കരുത്. 2, നമ്മുടെ സ്വാതന്ത്ര്യം സഹോദരന് ഇടർച്ച ഉണ്ടാക്കരുത്. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുകയും ആത്മീക വർധന വരുത്തുകയും ചെയ്യണം. 10-ാം അധ്യായം 23-24 വാക്യങ്ങൾ 8:1 ചേർത്ത് 8:1 നമ്മൾ വായിച്ചു. വിഗ്രഹാർത്ഥങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചേർപ്പിക്കുന്നു. സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ സ്നേഹത്തിൽ ആയിരിക്കണം പ്രാധാന്യം എംഫസൈസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്വാതന്ത്ര്യം സ്നേഹത്തിൽ അധിഷ്ഠിതമായി വിനിയോഗിക്കണം. 10-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നതുമില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. നോക്കൂ, ഓരോരുത്തനും സ്വന്തം ഗുണമല്ല എന്ന് പറഞ്ഞാൽ സ്വാർത്ഥഭാവമുള്ളവരാകരുത്. മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കണം. ബലഹീനന്റെ ഗുണം അന്വേഷിക്കണം. ബലഹീനനെ ആത്മീക വർധന വരുത്തുന്ന അവനെ പണിയുവാനായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ അവൻ ആത്മീക വർധന വരുത്തുന്ന നിലയിൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യം നാം വിനിയോഗിക്കാറുള്ളൂ. 3-ാമത്തെ പോയിന്റ്. 3 പോയിന്റ്. 1, നമ്പർ 1 എന്തായിരുന്നു? നമ്മുടെ സ്വാതന്ത്ര്യം നമ്മെ മറ്റൊരു അടിമത്വത്തിലേക്ക് നയിക്കരുത്. 6:12. നമ്പർ 2 നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യം സഹോദരന് ഇടർച്ച ഉണ്ടാക്കരുത്. 8:13. നമ്പർ 3 നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുകയും ആത്മീക വർധന വരുത്തുകയും ചെയ്യണം. 4 നമ്മുടെ സ്വാതന്ത്ര്യം ദൈവത്തെ മഹത്വപ്പെടുത്തും വിധം വിനിയോഗിക്കണം. 10:31 പറയുന്നത്. 10:31 എന്താണ് പറയുന്നത്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തും വിധം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക. അടുത്തത് 10:33. ഞാനും എന്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ട് പ്രസാദിപ്പിക്കുന്നുവല്ലോ. നമുക്ക് പൗലോസ് പറയുകയാണ്,
നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് തടസ്സമാകരുത്. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് തടസ്സമാകരുത്. എന്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് നാം അന്വേഷിക്കേണ്ടത് മറ്റുള്ളവരുടെ രക്ഷ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിഗ്രഹാർപ്പണം സംബന്ധിച്ച് പലരുടെയും ആശങ്കകൾ ഒരളവ് വരെയെങ്കിലും നീക്കുവാൻ സാധിച്ചുവെങ്കിൽ ഈ ക്ലാസ് എടുത്തതിൽ ഞാൻ ധന്യനായിരിക്കുകയാണ്. ചിലർക്കെങ്കിലും ഇനിയും അടുത്ത 9-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ ഉദാഹരണങ്ങൾ താൻ നിരത്തുകയാണ്. 10-ാം അധ്യായത്തിൽ ആ ഉദാഹരണങ്ങളുടെ കൂടെ പിൻബലത്തിൽ വിഗ്രഹാർപ്പിതം സംബന്ധിച്ച് താൻ പഠിപ്പിക്കുകയാണ്. 8, 9, 10 അധ്യായങ്ങളിൽ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാമോ എന്നുള്ള ആ വിഷയമാണ് അദ്ദേഹം ചർച്ച ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ പ്രാർത്ഥനയോടെ കൺക്ലൂഡ് ചെയ്യുക. ബിന്ദു എസ് പ്രാർത്ഥിച്ചാട്ട്. സിസ്റ്റർ ബിന്ദു എസ്. കർത്താവ്, അത്യത്തിന് വിശ്വസ്തനായ എന്റെ സ്വർഗസ്ഥനായ പിതാവേ, കർത്താവെ ഇത്ര സമയം വചനം പഠിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി ഇവിടുന്ന് കോടാട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആ വിഷയത്തിനെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണേ. ആരോഗ്യം ബലവും സുഖവും നീ കൊടുക്കണം കർത്താവെ. കൂട്ടാളിയെ അനുഗ്രഹിക്കണം കർത്താവെ. മിനിസ്ട്രി അനുഗ്രഹിക്കുമാറാകണേ. മറ്റുള്ളവർക്ക് അത്ഭുതമായി തീരുവാൻ എൻ്റെ ദൈവം അവിടുന്ന് സഹായിക്കണേ. നീ പഠിച്ച ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവെ. ഞങ്ങൾ ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ പ്രബോധിപ്പാനും മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിപ്പാൻ കർത്താവെ നീ അവിടുന്ന് സഹായിക്കുമാറാകണേ കർത്താവെ. ഇത്ര നേരം കർത്താവെ വചനം പഠിപ്പാൻ ധ്യാനിപ്പാൻ എല്ലാം നീ അവിടുന്ന് സഹായിച്ചതിനായി കൊടാട് സ്തോത്രം ചെയ്യുന്നു. അടിയത്തിന് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. മാനവും തെടുക്കും യേശു നാം തന്നെയാണ്. ആമേൻ. Praise the Lord.